ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. ജോലിയുടെയും നഗരത്തിൻ്റെയും തിരക്കുകളിൽ നിന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഈ പാർക്ക്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ വന്നത്, അതുകൊണ്ട് തന്നെ മോർണിംഗ് വാക്കിൽ വന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു, മഞ്ഞും ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മഴ പെയ്യുമോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായി. ഈ പാർക്കിന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഇതിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ലേക്കാണ്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പാർക്കിന്റെ നടുവിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ലേക്കും അതിൽ മീൻ പിടിക്കുന്ന നീർക്കാക്കകളും കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ലേക്കിന്റെ നടുവിലൂടെ നടക്കാൻ പറ്റുന്ന രീതിയിൽ മണ്ണിട്ട് നികത്തിയ ഒരു പാതയുണ്ട്. അതിലൂടെ നടക്കുമ്പോൾ ഫോട്ടോഷൂട്ടിനായി വന്നിരിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലേക്കിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ചെറു മഴ കൂടി പെയ്തു. മഴത്തുള്ളികൾ ലേക്കിലേക്ക് പതിക്കുന്ന കാഴ്ച ലേക്കിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. തണുത്തിരുന്ന അന്തരീക്ഷത്തെ ഒന്നും കൂടെ തണുപ്പിച്ച് മഴയങ്ങ് കടന്നുപോയി. ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. അപ്പോഴാണ് ലേക്കിന്റെ അരികിലിരുന്ന് ചൂണ്ടയിടുന്ന 2-3 ചേട്ടന്മാരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്ന് അവരോട് കുറച്ച് സംസാരിച്ച് മീൻ പിടിക്കുന്നതും നോക്കി കുറച്ചു നേരം നിന്നു. പിന്നെ അവിടുന്ന് മുകളിലോട്ട് കയറി വാക്കിംഗ് ആരംഭിച്ചു. 2 സൈഡിലായി നിലകൊള്ളുന്ന പൂച്ചെടികളും അതിൻ്റെ ഇടയിലുള്ള നടപ്പാതയും നടന്നു ശരിക്കുമ്പോൾ ഇരിക്കാൻ തക്കതായ ഇരിപ്പിടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പ്ലേ ഏരിയയും അവിടെ കുട്ടികൾ അവരുടെ വീക്കെൻഡും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പാർക്കിലെ നല്ലൊരു മോർണിംഗ് വാക്കിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോയി. അവിടുന്ന് ഇനി വരുന്ന ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും മറ്റു സാധനങ്ങളും വാങ്ങി മാർക്കറ്റിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈം ആയിരുന്നു. വരുന്ന വഴി റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് 2 ബിരിയാണിയും വാങ്ങി ഇന്നത്തെ മറ്റു പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്